ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന UDFന്റെ പ്രിയങ്കരായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ വാഹനം ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സാജിദ ടീച്ചർ നിങ്ങളോട് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയങ്കരിയായ സാജിദ ടീച്ചർ കൃത്യമായി മുൻകഴിഞ്ഞ നമ്മുടെ ഏലംകുളം ഡിവിഷനിൽ നിന്നും മത്സരിച്ച പ്രിയങ്കരനായ KT അഷ്റഫ് സാഹിബിന്റെ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രിയങ്കരിയായ സാജിദ ടീച്ചർ നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കൃത്യമായും ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ച ഒരു ജില്ലാ പഞ്ചായത്താണ് ഇപ്പോ നിലവിൽ ഭരണചക്രത്തിലുള്ളത്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരി MK റഫീഖയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി നീണ്ട 5 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന വിപ്ലവങ്ങൾ രചിച്ച്, ഒരുപാട് കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി, അംഗൻവാടികൾക്ക് ഒരുക്കി, സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഓഫീസുകളും മറ്റ് ഒക്കെ നവീകരിച്ച് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻതൂക്കം നൽകി കൃത്യമായി തന്നെ മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്തി 18 കോടിയോളം രൂപ ചെലവഴിച്ച് മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ ഈ ഭരണസമിതി നടത്തിയതായി നമ്മൾക്കറിയാം. ഈ മലപ്പുറം ജില്ലയിൽ വിവിധങ്ങളായ നമുക്ക് അറിയാം മറ്റൊരു ആശ്രയമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റു മേഖലയിൽ നിന്ന ആളുകൾക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റലാണ് മഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ്. എല്ലാ മേഖലയിലും എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് കൃത്യമായി വലിയ മുന്നേറ്റം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മഞ്ചേരിയിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൃത്യമായി തന്നെ നോമ്പുകാലങ്ങളിൽ അവിടെ അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനവും വളരെ കൃത്യമായി തന്നെ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ ഹോസ്പിറ്റലാക്കി അപ്ഗ്രേഡ് ചെയ്ത ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. കൃത്യമായി തന്നെ അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ദുരവസ്ഥ, താലൂക്ക് ഹോസ്പിറ്റലാകുമ്പോൾ കൃത്യമായി ഡോക്ടേഴ്സ് ഇല്ലാതെ, കൃത്യമായി സൗകര്യങ്ങളില്ലാതെ, കൃത്യമായി മറ്റുള്ള മേഖലയിലൊക്കെ ആരോഗ്യരംഗത്തൊക്കെ വളരെ ദുഷിച്ച ഒരു ദുരവസ്ഥയായിരുന്നു നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ളത്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ ഹോസ്പിറ്റലിൽ ഒരുപാട് പുതിയ മോർച്ചറി ബിൽഡിംഗ് അനുവദിച്ചു. അതുപോലെ തന്നെ റോഡിന്റെ മറുവശത്തുള്ള കുട്ടികൾക്കും മറ്റു ഗൈനക്കോളജിസ്റ്റ് വിഭാഗത്തിനുമായി പുതിയ ബിൽഡിംഗ് അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പല ലാബുകളും മറ്റാവശ്യങ്ങൾക്ക് പുതിയ ബിൽഡിങ്ങുകളൊക്കെ അനുവദിച്ച അത്യാഹിത വിഭാഗമൊക്കെ വളരെ ഉഷാറായി. അതുപോലെ തന്നെ ഓഫീസും മറ്റു കേന്ദ്രങ്ങളിലൊക്കെ വളരെ ഉഷാറായി ജില്ലാ ഹോസ്പിറ്റല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജില്ലാ ഹോസ്പിറ്റലായി പെരിന്തൽമണ്ണയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് നേതൃത്വം നൽകിയ ജില്ലാ പഞ്ചായത്ത് സാരഥികളും അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ പ്രിയങ്കരനായ നജീബ് കാന്തപുരം MLAയും ഒക്കെ ശക്തമായ പരിശ്രമത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിൽ 30-ലധികം ഹോസ്പിറ്റൽ ഡോക്ടർമാരും വിവിധ എല്ലാ മേഖലയിലുമുള്ള ഡോക്ടേഴ്സ് മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വലിയ മുന്നേറ്റം നടത്തിയത് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കൃത്യമായുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ നമുക്ക് നൽകിയ സംഭാവനകളാണ്. ഈ വിഷയത്തിൽ കൃത്യമായും KT അഷ്റഫ് സാഹിബിന്റെ തുടർച്ചക്കായി ഏലംകുളം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ
കോണി അടയാളത്തിൽ മതസൗഹാർദ്ദത്തിന്റെ മതസഹോദരത്തിന്റെ നാടിന്റെ നട്ടെല്ല് തൊട്ടറിയുന്ന ഒരുപാട് സമ്പന്നതരായ നേതാക്കൾ പിന്തുടർന്ന ആ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നൽകി ബഹുഭൂരിപക്ഷത്തോടുകൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാജിദ ടീച്ചറെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ എന്റെ മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏലംകുളം പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഏലംകുളം പഞ്ചായത്തിന്റെ ഒരു ഏറ്റവും അപ്പോസ്തലനായ EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുടെ നാടായ EMS നമ്പൂതിരിപ്പാടിന്റെ നാടാണ് ഈ ഏലംകുളം പഞ്ചായത്ത്. ഈ ഏലംകുളം പഞ്ചായത്തിൽ കുതിര കച്ചവടം നടത്തി പണച്ചാക്കിന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ പണച്ചാക്ക് കൊണ്ട് ആളുകളെ വിലക്ക് വാങ്ങിയിട്ടാണ് ഈ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടത്. അത് കൃത്യമായി തന്നെ EMSന്റെ നാട്ടിൽ, EMS വളർന്നു വന്ന, EMS ജനിച്ചു വന്ന നാട്ടിൽ ഇതുപോലുള്ള പാപ്പരത്വം വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇടതുപക്ഷം മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായി നിങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രിയപ്പെട്ട സ്വപ്ന ആലിക്കലിനെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ആപ്പിൾ അടയാളത്തില് അവർക്ക് വോട്ടുകൾ നൽകി അവരെ വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഷീനയെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിന് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സാരഥി ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരുപാട് 1 ലക്ഷത്തോളം വോട്ടർമാരുള്ള ജില്ലാ പഞ്ചായത്തിൽ ഏകദേശം കുറച്ച് ആളുകളെ മാത്രമാണ് അവർക്ക് നേരിൽ കാണാൻ കഴിയുക. അത് നിങ്ങളൊക്കെ കണ്ടതായി മനസ്സിലാക്കി അവരെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയങ്കരനായ MSFന്റെ പ്രിയങ്കരനായ പ്രഭാഷകൻ നബീൽ വട്ടുപറമ്പ് നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. JUDF.